ചാണ്ടി ഉമ്മൻ മേഘ്ന മുരളിക്കൊപ്പം ചേരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഈ മന്ത്രി പദത്തിൽ നിന്നും ഏറെക്കുറെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്ന മണിക്കൂറാണ്. മേഘ്നയിലേക്ക് പോകാം. മേഘ്ന, ചോദിച്ചോളൂ ചാണ്ടി ഉമ്മനോട്, അക്കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ടോ, സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാണോ? അസിത, ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ 24-നോടൊപ്പം ഉണ്ട്. അതിൽ ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലൊരു മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചൊരു തീരുമാനം, ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ കൂട്ട് തന്നെയാണ് ഇതിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച നടക്കല്ലേ, ചർച്ച നടക്കട്ടെ. പാർട്ടിയുടെ തീരുമാനം പാർട്ടി പറയും. അതിന് മുമ്പ് ഞാൻ കയറി അഭിപ്രായം പറയുന്നതിന് പാർട്ടി പറയട്ടെ. അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ദിവസം ഒന്ന് ഓടിക്കണം, അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ വരെ ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് ലഭിച്ച വിവരങ്ങൾ. പക്ഷെ അത് ഇന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഈ രണ്ട് വിവരവും എനിക്കില്ല. പാർട്ടി ഒരു തരത്തിലും കൺഫർമേഷൻ തന്നിട്ട് ഇതെല്ലാം നിങ്ങൾക്കുള്ള വിവരങ്ങളാണ്. അത് പാർട്ടി അതിൻ്റെ സമയമെടുത്ത് തീരുമാനിക്കും. അതിനകത്ത് ഒരാകാംക്ഷ ഞങ്ങൾക്കില്ല. ഇതിപ്പം ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടമായ അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ വികസനമാണ്. രണ്ട്, ഞങ്ങൾ കൊടുത്ത ഗ്യാരണ്ടിയാണ്. ഇത് നടപ്പിലാക്കാൻ ഒരു മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ വരെ കാത്തിരിക്കൂ. അതിനു മുമ്പ് ഗവർണറെ കാണട്ടെ മുഖ്യമന്ത്രി, ലിസ്റ്റ് കൊടുക്കട്ടെ. നമ്മൾ ഒത്തിരി ആകാംക്ഷ വേണ്ട, പാർട്ടി തീരുമാനിക്കട്ടെ. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു ചർച്ചകൾ ചാണ്ടി ഉമ്മനുമായിട്ട് നടത്തിയിട്ടുണ്ടോ? ഞാനിപ്പോൾ എന്താ പറയുക, അതേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. പാർട്ടി സമയമെടുത്ത് പാർട്ടിയുടെ തീരുമാനം എടുക്കും. അത് പാർട്ടിയുടെ അവകാശമല്ലേ. ഞങ്ങൾ എന്തിനാ അതിനകത്തൊരു അഭിപ്രായം പറയുന്നത്? ഒരു മന്ത്രിസ്ഥാനം ചാണ്ടി ഉമ്മൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? തനിക്ക് മന്ത്രി ആകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? ഞാൻ MLA ആവണമെന്ന് ആഗ്രഹിച്ചു, MLA ആയി. അത് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് എല്ലാം പാർട്ടിക്ക് തീരുമാനിക്കാം. ഞങ്ങൾ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 35 വർഷം, എൻ്റെ കുട്ടിക്കാലം മുതൽ, ഞാൻ ശ്രീ രാജീവ് ഗാന്ധിയെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള എൻ്റെ പ്രസ്ഥാനത്തിലാണ്. എൻ്റെ ജീവിതം ഈ പ്രസ്ഥാനത്തിനാണ്. ആ പ്രസ്ഥാനം എന്ത് തീരുമാനമെടുക്കുന്നു ശരിയായിരിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതെനിക്ക് ഉത്തമ വിശ്വാസമാണ്. എൻ്റെ നേതാക്കൾ അവർ ആവശ്യമുള്ളവർ വേണ്ട രീതിയിൽ ചെയ്യും തീരുമാനം. അതുപോലെ ചാണ്ടി ഉമ്മൻ എന്തെങ്കിലും തരത്തിലൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടോ? കോട്ടയത്ത് നടക്കാം, ഇന്ന ആൾ മന്ത്രിയാകണം, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ ചാണ്ടി ഉമ്മൻ? ഞാൻ എന്ത് പറയാൻ ഇതിനകത്തൊക്കെ? ഇതിപ്പം ഞാൻ 24 കൂടെ ചേർന്ന് തീരുമാനിക്കുന്ന മട്ടില്ല പറയുന്നത്. ശരിയല്ല. കാരണം പാർട്ടി ലീഡർഷിപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ആരഭിപ്രായം പറയാം? അസിത, അങ്ങനെ തന്നെയാണ്. ചാണ്ടി ഉമ്മൻ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് പാർട്ടി തീരുമാനിക്കും. ഹൈക്കമാൻഡും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമാണ് ഈ ഒരു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അതിനോട് യോജിച്ചു പോകുന്നു. അതിലൊരു തനിക്കൊരു പ്രശ്നവുമില്ല. MLA ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നു. അതിനപ്പുറത്തേക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരത്തെ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലാണ് ഇപ്പോഴും ചാണ്ടി ഉമ്മൻ തുടരുന്നത്. ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുപോലെ തന്നെ ലിസ്റ്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി നൽകട്ടെ, അതിനുശേഷം തീരുമാനം വരും. അതിനായി കാത്തിരിക്കൂ എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ 24-നോട് പ്രതികരിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.